താരസംഘടനയായ അമ്മ ഒരു പിളർപ്പിന്റെ വക്കിലെത്തി നിൽക്കുന്നു. അതിൽ കുറച്ചംഗങ്ങൾ ഇപ്പോഴും ആരാണ് ആ താരങ്ങളെന്നറിയില്ല. എന്തായാലും അമ്മയ്ക്കകത്തുള്ള താരങ്ങൾ എന്ന് തന്നെ സ്ഥിരീകരിക്കാൻ കഴിയും. അമ്മയ്ക്കകത്തുള്ള താരങ്ങൾ പുറത്തേക്കെത്തി ഒരു ട്രേഡ് യൂണിയൻ സ്വഭാവത്തിൽ അവരുടെ പ്രവർത്തന പന്ഥാവ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ആലോചന നടക്കുന്നു എന്ന കാര്യം സ്ഥിരീകരിക്കുന്ന മണിക്കൂറാണ്. നേരത്തെ ബി ഉണ്ണികൃഷ്ണൻ തന്നെ അത് സ്ഥിരീകരിക്കുന്നുണ്ട്. ബി ഉണ്ണികൃഷ്ണൻ തന്നെ അത് പറയുന്നുണ്ട്, അദ്ദേഹത്തെ സമീപിച്ച കാര്യം. പക്ഷേ ബി ഉണ്ണികൃഷ്ണനോട് അവർ തേടുന്നത്, അവർ അന്വേഷിക്കുന്നത് ട്രേഡ് യൂണിയൻ രൂപീകരണത്തിന് ആവശ്യമായ കാര്യങ്ങളാണ്. ഫെഫ്ക എന്ന് പറയുന്ന ട്രേഡ് യൂണിയനുമായി അഫിലിയേറ്റ് ചെയ്യാൻ കഴിയുമോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ്. ബി ഉണ്ണികൃഷ്ണൻ തന്നെ നമ്മളോട് അല്പസമയം മുമ്പ് പറഞ്ഞത്. അദ്ദേഹം കൊടുത്ത മറുപടി എന്തായാലും അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നടക്കട്ടെ. ഇത്തരത്തിൽ ഫെഫ്കയുടെ ബൈലോ പ്രകാരം, ഫെഫ്കയുടെ ചട്ടക്കൂട് പ്രകാരമുള്ള ട്രേഡ് യൂണിയൻ ആണെങ്കിൽ അതിൻ്റെ അഫിലിയേഷനെ കുറിച്ച് ആ സമയത്താണ് ആലോചന. ഇപ്പോൾ അങ്ങനെ ഒരു ആലോചനയില്ല. ആ സമയത്ത് ഇവരുടെ ജനറൽ ബോഡിയൊക്കെ ചേർന്ന് മാത്രമേ അത്തരത്തിലൊരു ആലോചന, ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയൂ എന്നുള്ള കാര്യം ബി ഉണ്ണികൃഷ്ണൻ സിബി മലയിൽ നമ്മളോട് പറയുന്നുണ്ടായിരുന്നു. എന്നതുകൊണ്ട് ആ താരങ്ങളുടെ ആലോചന അവസാനിക്കുക എന്നർത്ഥം അതിനില്ല. അവർ ട്രേഡ് യൂണിയൻ ആക്കാനുള്ള പ്രൊസീജിയറിൽ കൂടി മുന്നോട്ടേക്ക് പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അത് ഒരുപക്ഷേ വിപ്ലവകരമായ തീരുമാനം എന്ന് തന്നെ പറയാം. നേരത്തെ ശ്രീമതി ഗായത്രി വർഷ പറയുന്നുണ്ടായിരുന്നു, ഇപ്പോഴല്ല എപ്പോഴോ ഉണ്ടാവേണ്ട തീരുമാനമാണ്. ഇപ്പോൾ ഇതര സംസ്ഥാനങ്ങളിലൊക്കെ അത്തരത്തിൽ ആ മോഡൽ യൂണിയൻ ഉള്ള സാഹചര്യത്തിൽ എന്നോ ഉണ്ടാവേണ്ട തീരുമാനമായിരുന്നു, ഇപ്പോഴെങ്കിലും ഉണ്ടാവുന്നു എന്ന കാര്യം നല്ല കാര്യമാണ് എന്ന് ഗായത്രി വർഷ പറയുന്നുണ്ടായിരുന്നു. ശ്രീകാന്ത് ചേർന്നു. ശ്രീകാന്ത്, ഈ പറഞ്ഞ 20ഓളം താരങ്ങളിൽ ഏതൊക്കെ താരങ്ങളാണ്? അമ്മയിൽ ആ വിയോജിപ്പ് അറിയിച്ച താരങ്ങളുണ്ടോ, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട താരങ്ങളുണ്ടോ? അവരുടെ മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയാണ്? അതിൻ്റെ പ്രൊസീജിയറൽ നടപടികൾ അവർ തുടങ്ങിയിട്ടുണ്ടോ? തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തതയുണ്ടോ ശ്രീകാന്ത്? രണ്ട് കാര്യങ്ങൾ അതിനു മുൻപായി ഇക്കാര്യത്തിൽ പറയേണ്ടതുണ്ട് ഹാഷ്മി. ഏറ്റവും പ്രധാനപ്പെട്ടതും ഒന്നാമത്തേതും, ഫെഫ്കയ്ക്ക് ഇതിനോട് അത്ര താല്പര്യമുണ്ടോ ഇല്ലയോ എന്നൊരു ചോദ്യം നേരത്തെ ഹാഷ്മി തന്നെ പറഞ്ഞിരുന്നു. ഫെഫ്കയുടെ ഇപ്പോഴത്തെ ഈ നിലപാട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇപ്പോഴത്തെ ചൂട് ഒന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇവരുടെ ഈ നീക്കം അത് തണുത്തു പോകാൻ സാധ്യതയുണ്ട് എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അത് പരമാവധി നീട്ടിക്കൊണ്ടു പോവുക എന്നുള്ള നിലപാട് ഫെഫ്കയ്ക്ക് ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതാണ് അവരുടെ ഫെഫ്ക നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം കാണുമ്പോൾ മനസ്സിലാകുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ നേരത്തെ മാക്ട സാംസ്കാരിക സംഘടനയായി നിലനിൽക്കുകയും ഫെഫ്ക ഒരു ട്രേഡ് യൂണിയനായി രൂപീകരിക്കുകയും ചെയ്തതുപോലെ കണ്ടാൽ മതി എന്ന് ബി ഉണ്ണികൃഷ്ണനും സിബി മലയിലും പറഞ്ഞിരുന്നു നമ്മളോട് അല്പസമയം മുമ്പ്. പക്ഷേ അങ്ങനെ കാണാൻ കഴിയില്ല ഇപ്പോഴത്തെ ഈ നീക്കത്തെ. ഇതൊരു പിളർപ്പ് തന്നെയാണ്, അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അത് ബി ഉണ്ണികൃഷ്ണനും സിബി മലയിലിനും മനസ്സിലായിട്ടില്ല എങ്കിലും അത് ആ പണിക്ക് ഇറങ്ങിയ താരങ്ങൾക്ക് അത് കൃത്യമായ ധാരണയുണ്ട് തങ്ങൾ എന്താണ്. നിതിൻ അംബുജനൊപ്പം ബി ഉണ്ണികൃഷ്ണൻ ചേർന്നുണ്ട്. നിതിൻ, ഇത്തരത്തിലൊരു ട്രേഡ് യൂണിയൻ ആക്കുന്നതിനെ ഫെഫ്ക 100% ഹൃദയാത്മന സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ ചോദിക്കും. ഹാഷ്മി, തീർച്ചയായും ഇപ്പോൾ ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ 24 ചേരുകയാണ്. ഇങ്ങനൊരു ട്രേഡ് യൂണിയൻ സ്വഭാവത്തിലേക്ക് പോകുമ്പോൾ അതിനെ ഫെഫ്ക 100% പിന്തുണയ്ക്കുന്നുണ്ടോ? ഏത് തൊഴിൽ മേഖലയിലും ട്രേഡ് യൂണിയൻ വരുന്നത് നല്ലതല്ലേ? തീർച്ചയായിട്ടും അഭിനേതാക്കൾക്കൊരു ട്രേഡ് യൂണിയൻ ഉണ്ടാകുന്ന സങ്കല്പം വളരെ നല്ല കാര്യമാണ്. അതിനുള്ള ചർച്ചകൾ പല ഘട്ടങ്ങളിലായിട്ട് നടന്നിട്ടുമുണ്ട്. ഇപ്പോൾ മാത്രമല്ല, മുമ്പ് നടന്നിട്ടുണ്ട്. ഗൗരവമേറിയ ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഇത് എത്രത്തോളം ഫലപ്രാപ്തിയിലേക്ക് എത്തുന്നതാണെന്ന് ഞങ്ങൾക്കറിയില്ല. തീർച്ചയായിട്ടും ഒരു ട്രേഡ് യൂണിയൻ ഫെഡറേഷൻ എന്ന നിലയിൽ പുതിയൊരു ട്രേഡ് യൂണിയൻ പ്രവർത്തനം ആരംഭിക്കുന്ന ഒരു തൊഴിൽ മേഖലയിൽ നിന്നുള്ളത് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്ന ഒരു സംഗതിയാണ്. അവർ പ്രധാനമായിട്ടും ഒരു ട്രേഡ് യൂണിയൻ രൂപീകരിച്ച് എങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടത്, അതിൻ്റെ പ്രവർത്തനങ്ങൾ എவ்விധമായിരിക്കണം, എന്തൊക്കെയായിരിക്കാം അത് നേരിടുന്ന വെല്ലുവിളികൾ, ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ 2008 മുതൽ ഇതിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ എന്നോട് ചർച്ച ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഘട്ടത്തിലാണ് അവർ ഫെഫ്കയിൽ ഈ ട്രേഡ് യൂണിയൻ അഫിലിയേറ്റ് ചെയ്യുന്ന സാധ്യതകൾ ചോദിച്ച് ആ സാധ്യതകളില്ല എന്ന് ഞാൻ അവരോട് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ അന്തരീക്ഷം നമുക്കറിയാം, അമ്മ സംഘടന അത് പിരിച്ചുവിട്ടു. അതിനുശേഷം ഇപ്പോൾ വലിയ വിവാദങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു ട്രേഡ് യൂണിയൻ സ്വഭാവത്തിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു പിളർപ്പിലേക്ക് തന്നെയല്ലേ അമ്മ സംഘടന മാറിയിരിക്കുന്നത്? ഒരിക്കലുമല്ല. കാരണം അമ്മ എന്ന് പറയുന്നത് വേറൊരു തരത്തിലുള്ള സംഘടനയാണ്. അതൊരു നോൺ ട്രേഡ് യൂണിയനാണ്. ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള സംഘടനയാണ്. ഞങ്ങളുടെ മാക്ട അങ്ങനെയുള്ള സംഘടനയാണ്. ഞാൻ മാക്ടയിൽ അംഗമാണ്. അപ്പോൾ അത്തരത്തിലുള്ള സംഘടനകളിൽ, എത്ര സംഘടനകളിൽ അംഗങ്ങളായാലും നിങ്ങൾക്കൊരു ട്രേഡ് യൂണിയനിൽ അംഗമാകുന്നതിന് ബുദ്ധിമുട്ടില്ല. ഒന്നിൽ കൂടുതൽ ട്രേഡ് യൂണിയനിൽ ഒരേ തൊഴിൽ മേഖലയിൽ അംഗം ആകുമ്പോഴാണ് പ്രശ്നമുണ്ടാകുക. അപ്പോൾ അതിനൊരു പിളർപ്പായേ കാണേണ്ടതില്ല. ആ സംഘടനയെ അതേപടി തന്നെ നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ, നിർവചിക്കപ്പെട്ട പ്രവർത്തനങ്ങളുമായി അതിന് മുമ്പോട്ട് പോകാം. മറ്റൊരു തൊഴിലാളി സംഘടനയ്ക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കുകയും ചെയ്യാം. അതിനെന്താ ബുദ്ധിമുട്ടുള്ളത്? ഈ അവകാശ പോരാട്ടത്തിനൊക്കെ ഒരു ട്രേഡ് യൂണിയൻ സ്വഭാവത്തിലൊരു സംഘടന നല്ലതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മലയാള സിനിമയിൽ എത്രത്തോളം ഗുണകരമാകും? അത് നല്ല രീതിയിൽ ഗുണകരമാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവകാശങ്ങളെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാവും, ഒരു വർഗബോധം ഉണ്ടാവും. ഒരു പ്രശ്നം നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ എങ്ങനെ വേണം അതിനെ കൈകാര്യം ചെയ്യാന്നുള്ളതിനെക്കുറിച്ച് വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള
ഒരു പ്രതികരണ സ്വഭാവം ആ സംഘടനയ്ക്കുണ്ടാവും. വിവിധ തലങ്ങളിലുള്ള ചർച്ചകളുണ്ടാവും, ആശയ രൂപീകരണം ഉണ്ടാവും. അല്ലെങ്കിൽ ഒരാൾ ഒരു സ്ഥലത്ത് നിന്ന് സംസാരിച്ചു, മറ്റൊരാൾ വേറൊരു സ്ഥലത്ത് നിന്ന് സംസാരിച്ചു എന്നുള്ള രീതിയിൽ ചിതറപ്പെടുകയില്ല അഭിപ്രായങ്ങൾ എന്ന് പറയുന്നത്. ഒരു സംഘടനയുടെ അകത്ത് തന്നെ സംസാരിച്ച് ഭിന്നതകൾ അവിടെ പറഞ്ഞ് വളരെ കൃത്യമായിട്ടുള്ള ഒരു കോമൺ നിലപാടിലേക്ക് എത്തിച്ചേരുന്നു. അതാണല്ലോ ട്രേഡ് യൂണിയൻ്റെ സ്വഭാവം. അത് വളരെ നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നേരത്തെ തന്നെ അമ്മ സംഘടന വ്യക്തമാക്കിയത് ഒരു സാംസ്കാരിക സംഘടനയാണ്, അല്ലാതെ ട്രേഡ് യൂണിയൻ അല്ലാതാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു അന്തരീക്ഷം നമുക്കറിയാം. ഇത് തന്നെയല്ലേ ഈ ട്രേഡ് യൂണിയൻ സ്വഭാവത്തിലേക്ക് സംഘടനയെ പോകാൻ കാരണമായത്? അല്ല, ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ച പോലെ വളരെ നാളുകൾക്ക് മുമ്പേ ഈ സംസാരത്തിൻ്റെ എനിക്ക് അത്തരം സംസാരങ്ങളിൽ ഞാൻ സാക്ഷിയായിട്ടുണ്ട്. ഒന്നും വേണ്ട, ബഹുമാനപ്പെട്ട ശ്രീ മമ്മൂട്ടി എത്രയോ തവണ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, പല വേദികളിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ട്രേഡ് യൂണിയൻ ആക്ടേഴ്സിന് വളരെ നല്ലതാണ്. ഇപ്പോൾ മുംബൈ ഹിന്ദി സിനിമയിലെ നടീനടന്മാരുടെ സംഘടന ട്രേഡ് യൂണിയനാണ്, അവിടുത്തെ ഫെഡറേഷനിൽ അഫിലിയേറ്റഡ് ആണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സംസാരം ഇപ്പോൾ പിന്നെയും അത് തുടങ്ങുന്നതിന് കാരണം ഒരു പക്ഷേ ഇപ്പോൾ നേരിടുന്ന ഈ ഒരു ക്രൈസിസ് ആവാം. ഇഫ് അറ്റ് ഓൾ ദാറ്റ് ഇസ് എ ക്രൈസിസ്. അതിൽ നിന്ന് അവർക്ക് തീർച്ചയായിട്ടും പുതിയൊരു ട്രേഡ് യൂണിയൻ സ്വഭാവത്തിലുള്ളൊരു സംഘടനയ്ക്ക് കുറച്ചുകൂടി പ്രസക്തി ഉണ്ടെന്നും അവർക്ക് തോന്നാം. പക്ഷേ അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുന്നതിനകത്ത് നല്ല രീതിയിലുള്ള അധ്വാനം ആവശ്യമുണ്ട്. ഒരു ട്രേഡ് യൂണിയൻ രൂപപ്പെടുത്തി അത് ക്രമപ്പെടുത്തി അതിനെ പ്രവർത്തനക്ഷമമാക്കുക എന്ന് പറയുന്നത് നല്ല ഒരു ഹൈ ലെവൽ ഓഫ് കമ്മിറ്റ്മെൻറ്റ് വേണ്ട കാര്യമാണ്. അത് എത്രത്തോളം അവരുടെ തൊഴിലിൻ്റെ പ്രത്യേകത വെച്ച് അവർക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഏത് ഘട്ടത്തിലേക്ക് അതിൻ്റെ നടപടികൾ കടന്നു? അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും FK അറിയിച്ചോ അവർ? എനിക്കറിയില്ല. ഞങ്ങളോട് ഈ ആദ്യഘട്ടത്തിൽ ഇത്തരം കാര്യങ്ങൾ അവർ ചോദിച്ചറിഞ്ഞു എന്നല്ലാതെ ഞങ്ങളത് ഫോളോ അപ്പ് ചെയ്യുന്നില്ല. കാരണം ഞങ്ങൾക്ക് അങ്ങനെ ഒരു സംഘടനയെ ഇപ്പോൾ അഫിലിയേറ്റ് ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് പരിമിതികളുണ്ട്. കാരണം FKക്ക് ഇപ്പോൾ 21 തൊഴിലാളി സംഘടനകളുണ്ട്. ഏറ്റവും ഒടുവിലായി FKയിലേക്ക് അഫിലിയേറ്റ് ചെയ്യപ്പെട്ട സംഘടനകളിലൊന്ന് ടെലിവിഷൻ രംഗത്തുള്ള ഞങ്ങളുടെ സംഘടനയാണ്. ആ സംഘടന ഫോം ചെയ്ത് FKയുടെ ഭാഗമാകുന്നതിന് ഏതാണ്ട് 1.5 വർഷം നീണ്ടു നിന്ന ചർച്ചയ്ക്ക് ശേഷമാണ് ഞങ്ങളത് ചെയ്തത്. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾക്കൊരു ജനറൽ കൗൺസിലുണ്ട്, അത് ജനറൽ കൗൺസിലൊക്കെയാണ് അത് തീരുമാനിക്കേണ്ടത്. ബൈലോ പ്രകാരം ഒരു ട്രേഡ് യൂണിയനെ രൂപീകരിച്ച് FK സമീപിച്ചാൽ സ്വാഗതം ചെയ്യും? ഇല്ല, അത് എനിക്ക് ഒറ്റയ്ക്ക് പറയാനേ സാധിക്കില്ല. കാരണം അത് ജനറൽ കൗൺസിലാണ് തീരുമാനിക്കേണ്ടത്. തന്നെയല്ല, അതൊരു വളരെ വലിയ ഉത്തരവാദിത്വം നമ്മളിലേക്ക് തരുന്ന ഒരു പ്രവർത്തന മേഖലയാണ്. അത് വളരെ ആലോചിച്ച ശേഷമേ എടുക്കുള്ളൂ. ഉടനടി എന്തായാലും സാധ്യമല്ല. ഏതൊക്കെ നടന്മാരാണ് ഇതുമായി ബന്ധപ്പെട്ട് FK സമീപിച്ചെന്ന് പേര് വെളിപ്പെടുത്താൻ കഴിയുമോ? ഒരിക്കലും കഴിയില്ലല്ലോ. എന്നോട് ചർച്ച ചെയ്യുന്ന ഒരാളുടെ സ്വകാര്യതയെ ഞാൻ മാനിക്കണ്ടേ? എന്തായാലും താരങ്ങൾ സമീപിച്ചു. ഇനിയുള്ള നടപടികൾ അത് തുടർ നടപടികളെല്ലാം തന്നെ ജനറൽ കൗൺസിൽ തീരുമാനിക്കുമെന്നാണ് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കിയത്. എന്തായാലും ഇതൊരു പിളർപ്പിലേക്കല്ല, മറിച്ച് ഒരു ട്രേഡ് യൂണിയൻ സ്വഭാവത്തിലൊരു സംഘടന മലയാള സിനിമയിൽ നല്ലതാണ്. അതിന്റെ അടിസ്ഥാനത്തിലൊരു സംഘടന ചർച്ചകളാണ് കഴിഞ്ഞ ഏതാനും നാളുകളായി തന്നിലേക്ക് വന്നതെന്നാണ് ഇപ്പോൾ ബി ഉണ്ണികൃഷ്ണൻ 24 വ്യക്തമാക്കിയിരിക്കുന്നത്. ഹാഷ്മി, നിതിൻ അംബുജൻ ബി ഉണ്ണികൃഷ്ണൻ സംസാരിക്കുകയായിരുന്നു. അതിനിടയിൽ വരുന്ന മറ്റൊരു വാർത്ത, സംവിധായകൻ വിനയൻ ഹൈക്കോടതിയിൽ സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്ന് ബി ഉണ്ണികൃഷ്ണനെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോയിട്ടുണ്ട്. പക്ഷേ ഇതിനോടകം തന്നെ സ്വയം പിന്മാറുകയാണ് എന്ന് ബി ഉണ്ണികൃഷ്ണൻ നേരത്തെ നമ്മോട് എന്താണ് അതിന് കാരണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത് ഈ ഹർജി മുൻകൂട്ടി കണ്ടോണം. എന്തായാലും ഇപ്പോൾ ട്രേഡ് യൂണിയനെ സ്വാഗതം ചെയ്തു എന്ന് പറയുമ്പോൾ പോലും ബി ഉണ്ണികൃഷ്ണൻ പറയുന്ന കാര്യങ്ങൾ, ഒന്ന്, ഏതായാലും ഇപ്പോൾ FK അഫിലിയേഷൻ നൽകാൻ കഴിയില്ല. 2, അമ്മയിൽ ഒരു പിളർപ്പല്ല എന്ന്, അമ്മയിൽ പിളർപ്പില്ല എന്ന് സ്ഥാപിക്കാൻ എന്തിനാണ് ബി ഉണ്ണികൃഷ്ണൻ ശ്രമിക്കുന്നത് മനസ്സിലാവുന്നില്ല. 3, ഈ തൊഴിലാളി കമ്മിറ്റ്മെൻ്റ് ഒക്കെ വെക്കുമ്പോഴേക്കും ഈ അംഗങ്ങൾക്ക് ട്രേഡ് യൂണിയൻ പ്രവർത്തനം എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നൊക്കെയുള്ള എന്താണ് നേരത്തെയുള്ള ആശങ്കകൾ ഇപ്പോൾ തന്നെ ബി ഉണ്ണികൃഷ്ണൻ പങ്കുവെക്കുകയാണ്. എന്തുകൊണ്ടാണ് അതിനെ പിന്തുണയ്ക്കുന്നു എന്ന് പറയുമ്പോൾ പോലും ഒരു ഇഷ്ടമില്ലായ്മ വാക്കുകൾ പ്രകടിപ്പിക്കുന്നത് എന്ന കാര്യം വ്യക്തമാകുന്നുമില്ല. എന്തായാലും അവിടെ നിൽക്കട്ടെ. എന്തായാലും ട്രേഡ് യൂണിയൻ എന്നുള്ള ആ തൊഴിൽ മേഖല, ചൂഷണം നിറഞ്ഞ ഒരു തൊഴിൽ മേഖലയിൽ ട്രേഡ് യൂണിയൻ എന്ന് പറഞ്ഞ അങ്ങേയറ്റം സ്വാഗതാർഹമാണ്.